നീ കണ്ടോ, ഇത് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളൊക്കെ കാണിച്ചരേ. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. കിഴങ്ങിതാ, ഉള്ളിതാ അരിഞ്ഞു വെച്ചത്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുനുകുനായിട്ട് അങ്ങോട്ട് അരിഞ്ഞെടുക്കാം. നാടൻ കറിവേപ്പിലയും മല്ലിച്ചപ്പും അരിഞ്ഞങ്ങോട്ട് ചേർക്കട്ടെ. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കനെ ചേർക്കാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെതാ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് പുഴുങ്ങി വെച്ചിട്ടുള്ള ചിക്കൻ അരിഞ്ഞതും കൂടി ചേർക്കുകയാണേ. ഫസ്റ്റ് തന്നെ കടലപ്പൊടിയാണ് ചേർക്കണത്. 2 സ്പൂൺ മൈദപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. 2 സ്പൂൺ തന്നെ അരിപ്പൊടിയും കൂടി ചേർത്തെടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. ഒരു 1/2 സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. 2 സ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പും കൂടി ചേർത്തെടുക്കാട്ടോ. 1/2 സ്പൂൺ ഇഞ്ചി ചതച്ചുണ്ടായിരുന്നു കേട്ടോ. മറക്കാതെ കൂടി ചേർക്കണേ. നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. ചിക്കൻ വേവിച്ചെടുത്ത് മാറ്റി വെക്കൂലേ, ആ വെള്ളമായിട്ടെടുത്ത് അത് കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഇളക്കാം. ഇനി നമുക്ക് ഇതൊന്ന് കുറച്ചെടുക്കാം. നമ്മൾ വിചാരിച്ച പോലെ ഇങ്ങനെ ഇങ്ങോട്ട് ആക്കിയതിന് ശേഷം തിളച്ച് നിൽക്കുന്ന വെളിച്ചെണ്ണയ്ക്ക് അങ്ങോട്ട് ഇട്ടുകൊടുക്കാം. അങ്ങനെ എല്ലാ ഭാഗവും നന്നായിട്ട് നമ്മൾ തിരിച്ചും മറിച്ചിട്ടൊക്കെ ഇളക്കി കൊടുത്തതാ നല്ലൊരു ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കോരിയെടുക്കണം. പാത്രത്തിലാണ് കിടക്കട്ടെ. ഇങ്ങനെ നമ്മളെ സംഭവം അതാ ഒരു പ്ലേറ്റ് നിറച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കഴിക്കാൻ. നല്ല ചൂടുള്ള കട്ടൻ ചായൻ്റെ കൂടെ കൂട്ടി കഴിച്ചാൽ സൂപ്പറാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കട്ടോ. എന്നിട്ട് നിങ്ങളെ നല്ല നല്ല അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ.